ഈ ഓണം വെക്കേഷനിൽ മൂകാംബികയിലേക്കൊരു യാത്ര പോയി ഞങ്ങൾ. വ്യാഴാഴ്ച പുലർച്ചയ്ക്കാണ് ഞങ്ങൾ പോയത്. പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഉടുപ്പി ക്ഷേത്രത്തിൽ കയറി. ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഉടുപ്പിയിലെത്തിയത്. അവിടെ കയറി ക്ഷേത്രത്തിൽ തൊഴുതു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ക്ഷേത്രത്തിലേക്ക് ഉള്ളിലൂടെ പോയിട്ട് കുറേ അങ്ങോട്ട് നടന്ന് പോയിട്ടാണ് തൊഴാനുള്ള അമ്പലമുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല വിഗ്രഹങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ഈ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കാണാനായിട്ട്. ഉടുപ്പിയിലെ ക്ഷേത്രത്തിൽ തൊഴുതു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മുരുടേശ്വരത്തേക്കാണ്. ഏകദേശം വൈകുന്നേരമായി അവിടെ എത്തിയത്. ശിവഭഗവാനെ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഈവനിങ് ഇതുവരെ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും നൈറ്റിലെ മുരുടേശ്വരം ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ കവാടത്തിലെ ലൈറ്റ് ഷോ കണ്ടു. ശിവനെ നന്നായി പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 7 മണിക്കായപ്പോഴാണ് കേട്ടോ ലൈറ്റ് ഷോ തുടങ്ങിയത്. ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല അടിപൊളിയായിരുന്നു ലൈറ്റ് ഷോ കാണാൻ. കവാടത്തിൽ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൽ കയറി ഏറ്റവും മുകളിൽ പോയാൽ നമുക്ക് മൊത്തം കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും കയറിയില്ല. പിന്നെ എല്ലാവരും കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു. ലൈറ്റ് ഷോ ഒക്കെ കണ്ടു. നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോൾ. പിന്നെ ഞങ്ങൾ നേരെ മൂകാംബികയിലേക്ക് വിട്ടു. റൂം കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. രാത്രിയായി അവിടെ എത്തിയപ്പോൾ കുറേ നടന്നതിന് ശേഷം നമുക്ക് റൂം കിട്ടി. ഫുഡ് കഴിച്ചു, ഉറങ്ങി. പിന്നെ രാവിലെ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് 5 മണിയായപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ കുറച്ച് ഒരു മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയത്. കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദേവിയെ നന്നായി തൊഴുതിറങ്ങി ഞങ്ങൾ സരസ്വതി മണ്ഡപത്തിൽ പോയി. ആമിമോളുടെയും അഗ്നിയുടെയും വിദ്യാരംഭം കുറിച്ചു. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് സൗപർണികയിലേക്കാണ്. സൗപർണികയിലെ ക്ഷേത്രത്തിൽ തൊഴുതു. സൗപർണിക നദിയിലൂടെ കുറച്ച് സമയം നടന്നു. നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. ആമിമോൾ പാവാടയൊക്കെ പൊന്തിച്ച് പിടിച്ച് കുറച്ച് സമയമൊക്കെ നടന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു. പിന്നീട് അവിടുന്ന് തീരുമാനിച്ചു കുടജാദ്രിയിൽ പോവാണ്. മക്കളെ കൊണ്ടായതുകൊണ്ട് ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് ജീപ്പിൽ കയറി. ഫസ്റ്റ് വന്ന റോഡൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ചെക്കിങ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ശരിക്കും ട്രക്കിംഗ് ആയിരുന്നത്. അവിടെയൊക്കെ എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഒരു യാത്ര. ഓൺ റോഡ് നല്ല റോഡൊക്കെ ആയിരുന്നു. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എല്ലാവരും ജീപ്പിൻ്റെ ഉള്ളിലിരുന്ന് ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മൂകാംബികയിൽ നിന്നും 11 മണിക്ക് ശേഷം ജീപ്പിൽ കയറി ഞങ്ങൾ ഏകദേശം 1 മണിക്ക് ഞങ്ങൾ കുടജാദ്രിയിലെ മൂലസ്ഥാനം ഭഗവതിയുടെ അവിടെ ഇറങ്ങി. ഇനി അവിടെ തൊഴുതിട്ട് വേണം മുകളിലോട്ട് കുടജാദ്രി സർവജ്ഞപീഠത്തിലേക്ക് കയറാൻ. അപ്പോൾ ജീപ്പ് ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തിരിച്ച് 2:30 ആകുമ്പോഴേക്കും തിരിച്ച് വണ്ടിയുടെ അടുത്ത് എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൂലസ്ഥാനം ഭഗവതിയെ തൊഴുതു കയറാൻ തുടങ്ങി. ആമിക്കുട്ടി നല്ല ഉഷാറായിട്ട് കയറാനൊക്കെ തുടങ്ങി. ഒരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് കയറി. ഒരുപാട് പാറകളും കല്ലുകളൊക്കെ ഇടയിലുള്ള നടത്തായിരുന്നു. എന്നാലും കുഴപ്പമില്ല. സർവജ്ഞപീഠത്തിലേക്ക് എത്താമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടെ കയറാൻ തുടങ്ങി. അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ കയറിയതിട്ട് നല്ലൊരു അടിപൊളി സീനായിരുന്നു. മേലെ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞത് തണുപ്പും അല്ല ചൂടും അല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു. നല്ല വെയിലുണ്ടാവും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. വെള്ളം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു സ്നാക്സും കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളുള്ളതല്ലെന്ന് കരുതിയിട്ട് നല്ല അടിപൊളി സീനായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരുപാട് ഫോട്ടോസ് എടുത്തു. കയറുന്ന സമയത്ത് കുറച്ചൊരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ
കയറി മഞ്ഞ് കണ്ടു. അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു മഞ്ഞിങ്ങനെ നേരിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ യാത്ര കയറാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് മുന്നിൽ കയറി. അപ്പോൾ താഴേന്ന് അവർ വരുന്നുണ്ടായിരുന്നത് കുറച്ച് പേര് മുന്നിൽ കയറി. അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടങ്ങി. മഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മയോള് വെള്ളത്തിന് താഴ്ചപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചൊരു സ്ഥലത്ത് ഇരുന്നിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ കയറാൻ തുടങ്ങി. പറ്റുന്നവർ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യാതെ കഴിയുന്ന രീതിയിൽ നടന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങി. അയ്യമ്മനാണ് വീണ്ടും ഫോൺ വാങ്ങിച്ച് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അവന് പറ്റുന്ന രീതിയിലൊക്കെ അവൻ എടുത്തുകൊണ്ടിരുന്നിരുന്നു. അവൻ പോകുന്ന വഴിയും ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. കുറേ മുകളിലേക്ക് എത്തി. ഞങ്ങൾ കുഞ്ഞു പാറക്കഷ്ണങ്ങൾക്കിടയിലൂടെ ആയിരുന്നു യാത്ര. വരുന്നതും പോകുന്നതും സെയിം വഴിയിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ വേണം. പിന്നെ വലിയ തിരക്കുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ ഞങ്ങൾ നടന്നു. കുറച്ച് സമയം ഇരുന്നും ക്ഷീണം മാറ്റിയിട്ടൊക്കെ നടന്നു. മുകളിൽ പോയി ഇറങ്ങി വരുന്ന കുറച്ച് പേരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു ഇനി ഒരുപാടുണ്ടോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട് അപ്പോൾ പറഞ്ഞു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ മെല്ലെ മുകളിലോട്ട് കയറി. അവൻ്റെ കയ്യിലായിരുന്നു ഫോണ്. അവൻ്റെ കയ്യിൽ അവന് പറ്റുന്ന രീതിയിലാണ് അവൻ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടിരുന്നത്. അവനോട് അതാ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മെല്ലെ നടന്നു വരികയാണ്. അവൾക്ക് പറ്റുന്ന രീതിയിൽ മെല്ലെ നടന്നു വരികയാണ്. ഒരു ബുദ്ധിമുട്ടും പറഞ്ഞില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് കയറി വന്നു. അവൾ നല്ലോണം എൻജോയ് ചെയ്തിരുന്നു ആ യാത്ര. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് അഗിമോൻ്റെയും അപ്പായിയും വിക്കിയാണ്. അതായത് എൻ്റെ അമ്മയുടെ അമ്മേനെ അവരെയാണ് അപ്പായി എന്ന് വിളിക്കുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കുടജാദ്രി സർവജ്ഞ പീഠത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. ചെറിയ നേരിയ രീതിയിലൊരു തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കുറേ സമയം ഇരുന്നും കാഴ്ചകൾ കണ്ടും അങ്ങനെ മെല്ലെ ഞങ്ങൾ മേലേക്ക് കയറിക്കൊണ്ടിരുന്നു. ശ്രദ്ധിച്ച് നടന്നു പോകണം വഴിയിലൂടെ. അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് കയറുന്ന സമയത്ത് ഒരു ചേട്ടനെ നടന്നു പോകുന്ന സമയത്ത് തോന്നുന്നുണ്ട് വീണിട്ട് നെറ്റിയിൽ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ തോർത്തൊക്കെ കെട്ടി തലയിൽ കെട്ടിയിട്ടാണ് താഴോട്ട് ഇറങ്ങി വന്നിരുന്നത്. ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടു ബ്ലഡ്, ഒരു കല്ലിൽ ബ്ലഡ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ മനസ്സിലായി അവിടെയാണ് വീണതെന്ന്. അപ്പോൾ ശ്രദ്ധിച്ച് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ കാല് വെക്കുന്നത് ശ്രദ്ധയോടെ അല്ലെങ്കിൽ നമ്മൾ താഴെ വീഴും, മുറിവ് പറ്റാനും സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് പോവാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓരോ തവണ പോകുമ്പോഴും പോവാമെന്നിങ്ങനെ വിചാരിക്കുന്നല്ലാതെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്തവണയാണ് ശങ്കരാചാര്യരുടെ അടുത്ത് എത്താനുള്ള സമയം ആയത്. അങ്ങനെ സർവജ്ഞപീഠത്തിലേക്കുള്ള കാലടിപ്പാടുകൾ ഞങ്ങൾ നടന്ന് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കഴിയുന്നതും കാണാൻ ശ്രമിക്കുക, വരാൻ ശ്രമിക്കുക, സർവജ്ഞപീഠത്തിലേക്ക് എത്തുക. അത്രയും നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇനി നമുക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. അത്രയും നല്ലൊരു എക്സ്പീരിയൻസാണ്. നല്ല അടിപൊളി കാഴ്ച. ഇത്രയും ഉയരത്തിൽ നമ്മൾ കയറി വന്ന് മുകളിൽ നിന്ന് നോക്കിയിട്ട് കാണുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അതിമനോഹരമാണ് ആ കാഴ്ച. വിക്കി ഏതോ അപ്പായുടെ കൂടെ വിശ്രമിച്ചിരിക്കുന്നു. അപ്പായി വിക്കിയും കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് വിശ്രമിച്ചു. അഗിമോൻ പോയി ഫോട്ടോസൊക്കെ എടുത്തു. അവരെ അത് മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുന്നു. മഞ്ഞ് മൂടാൻ തുടങ്ങിയാൽ നമുക്ക് കയറുന്ന വഴി ഇറങ്ങുന്ന വഴി ചില സമയം കാണാൻ പറ്റില്ല എന്ന് വരുന്നവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചിറങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട് അവർ. പിന്നെ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ വരുന്നുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗ്യം നമ്മൾ അതത് സമയത്ത് അത് ഉപയോഗിക്കുക തന്നെ ചെയ്യുക. എങ്കിലേ നമുക്ക്
ഒരുപാട് നമ്മൾ കാണാത്ത അത്ഭുതങ്ങളും നമ്മൾ അനുഭവിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. പറ്റില്ല എന്ന് കരുതി നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും അനുഭവിക്കാൻ കഴിയില്ല, ഒന്നും കാണാൻ കഴിയില്ല. മഞ്ഞിതാ മൂടിക്കൊണ്ടിരിക്കുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഞ്ഞ് ഇങ്ങനെ തൊട്ടടുത്ത് അനുഭവിച്ചറിയാന്ന് പറയുന്നത് എല്ലാവർക്കും, മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഇത് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് യാത്ര ആരംഭിച്ചത്. അവസാനിക്കും വരെയും ആ സന്തോഷം നിലനിന്നിട്ടുണ്ടായിരുന്നു. മഞ്ഞിൽ കാണുന്നില്ല, വരുന്നവരൊന്നും കാണാൻ കഴിയുന്നില്ല മഞ്ഞിൽ. അങ്ങനെ പച്ച വിരിച്ച് നിൽക്കുന്ന ആ മലമുകളിലൂടെ ഉള്ള യാത്ര മനോഹരമായിരുന്നു. അതിലുപരി ആ മുകളിൽ നിന്ന് ചുറ്റും കാണുന്ന ആ ഒരു കാഴ്ച അതിലേറെ മനോഹരമായിരുന്നു. ചുറ്റും മഞ്ഞ് മൂടി നിൽക്കുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. അടിപൊളി എന്ന് പറയുന്നത് ഇങ്ങനൊരു കാഴ്ച അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഇനിയും വരാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടേയിരുന്നു. സർവേശ്വരൻ അനുഗ്രഹിച്ച് ഇനിയും വരാൻ കഴിയട്ടെ, ഇതുപോലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ മുകളിലേക്ക് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ സർവജ്ഞപീഠത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. അച്ഛനും അമ്മയും കൂടെ, അച്ഛന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും കാണാനും അനുഭവിച്ചറിയാനുമുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ സർവജ്ഞപീഠത്തിലേക്ക് എത്തി. സർവേശ്വരനെ തൊഴുതു. ശങ്കരാചാര്യരുടെ സർവജ്ഞപീഠത്തിലെ പ്രാർത്ഥനയോടെ കുറച്ച് സമയം ഞങ്ങളിരുന്നു, പ്രാർത്ഥിച്ചു. ഇനിയും അനുഗ്രഹങ്ങൾ തരണേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും പ്രാർത്ഥിച്ചു, തൊഴുതു. മഞ്ഞ് ഒരുപാട് വന്നു തുടങ്ങി. മഞ്ഞ് മൂടി ആ പ്രദേശം കാണാൻ വളരെ മനോഹരമായിരുന്നു. സർവേശ്വരൻ്റെ മുന്നിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു കുറച്ച് സമയം. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി, പ്രാർത്ഥനയോടെ ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇതുവരെ എത്തിച്ചതിന് ഇനിയും ഈ ഒരു കാലടിപ്പാടോടുകൂടെ സർവജ്ഞപീഠത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി.